പി ജെ വിൻസെന്റ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പി ജെ വിൻസെന്റ്, ഇപ്പോൾ 21 നിർദ്ദേശമാണ് ഈ വെടിനിർത്തൽ പദ്ധതിക്കായി ട്രംപും നെതന്യാഹു മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൽ പലതും നമുക്കൊക്കെ അംഗീകരിക്കാൻ തോന്നുന്ന വ്യവസ്ഥകളാണ്. അതായത് ബന്ധികളെ അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നു, ഗസയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയവരെ തിരിച്ചു വരുന്നു, ഇവിടുന്ന് പിടിക്കപ്പെട്ട 1700 സൈനികരെ തിരിച്ചുവിടുന്നു. അങ്ങനെ പലതരത്തിൽ അംഗീകരിക്കാവുന്ന നിർദ്ദേശങ്ങൾ അതിലുണ്ട്. പക്ഷേ അതിനുശേഷം ഗസയുടെ ഭരണത്തെക്കുറിച്ചും ഒക്കെയുള്ള അവരുടെ നിർദ്ദേശങ്ങൾ ഒരിക്കലും ഹമാസിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ട്? നിർത്തൽ സാധ്യമാക്കുക എന്നതിലേക്ക് ഇപ്പോൾ ലോകത്തിന്റെ ബഹുജന അഭിപ്രായം കേന്ദ്രീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ട്രംപ് യുണൈറ്റഡ് നേഷൻസിന്റെ ജനറൽ അസംബ്ലിയിൽ നടന്നിട്ടുള്ള ഡെലിബറേഷന് ശേഷം അദ്ദേഹം വെസ്റ്റ് ഏഷ്യ സംബന്ധിച്ച് അടിയന്തരമായ ഒരു തീരുമാനം വരികയാണ് എന്ന് കുറിക്കുകയുണ്ടായി. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ 21 പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത്. അതിൽ സ്വാഭാവികമായി ഇതിനു മുമ്പും ഹമാസും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിൽ സമാധാന ചർച്ചകൾ വരുമ്പോൾ പരസ്പരം തടവുകാരെ കൈമാറുന്നതും ഒക്കെ സ്വാഭാവികമാണ്. അത് ഈ നടപടിക്രമത്തിന്റെ തുടർച്ചയിൽ സംഭവിക്കുന്നതാണ്. പക്ഷേ ഈ അടിയന്തര വെടിനിർത്തൽ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതിനകത്ത് വന്നിട്ടില്ല. അതേസമയം ഖത്തർ ഇസ്രായേൽ ബന്ധങ്ങളുടെ കാര്യത്തിൽ പരമാധികാര രാഷ്ട്രമായ ഖത്തറിനെ ആക്രമിച്ചതില് ആഗോളാടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന പൊതുജനാഭിപ്രായവും അറബ് ഇസ്ലാമിക ലോകത്തിന്റെ ഉച്ചകോടി ചേർന്നുകൊണ്ട് ചെലുത്തിയ സമ്മർദ്ദവും ഫലം കണ്ടു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏകപക്ഷീയമായിട്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ക്ഷമ ചോദിക്കുകയും ഖത്തർ ഇനി ആക്രമിക്കപ്പെടുകയില്ല, ഖത്തറിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള അഷുറൻസ് നൽകാൻ നിർബന്ധിതമാകുകയും ചെയ്തു. അതിനകത്തുള്ള ഒരു പോസിറ്റീവ് ആസ്പെക്ട്, ഈ സംഘർഷം 2023 ഒക്ടോബറിൽ ആരംഭിച്ചത് മുതൽ ഈജിപ്തും ഖത്തറുമാണ് സമാധാന പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ഏകപക്ഷീയമായി ഈ സമാധാന പ്രക്രിയയിൽ നിന്ന് പുറത്താക്കുന്നതിലേക്ക് നയിക്കുന്ന ഒന്നായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. അപ്പം അത് ഇസ്രായേൽ ആ ഒരു അതിക്രമത്തിൽ നിന്ന് ക്ഷമ പറഞ്ഞു എന്നുള്ളത് ഖത്തറിന്റെ വിജയമാണെന്ന് മാത്രമല്ല, ഈ സമാധാന പ്രക്രിയയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും. അതോടൊപ്പം ട്രംപിന്റെ പ്ലാനിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ടോണി ബ്ലെയർ അധ്യക്ഷനായിട്ട് ഒരു അന്താരാഷ്ട്ര മേൽനോട്ട സമിതി രൂപീകരിക്കുമെന്നും ആ സമിതിയുടെ നേതൃത്വത്തിലായിരിക്കും ഗസയിലെ ഭരണവും പിന്നെ അതിന്റെ പുനർനിർമ്മാണവും. അതിനുശേഷം നമുക്കറിയാം, ഒരു ദുരാഷ്ട്ര ഫോർമുലയാണ് എല്ലാവരും ഒരു പ്രശ്ന പരിഹാരത്തിന് മുന്നോട്ട് വെച്ചത്. പക്ഷെ അതിലേക്കല്ല എത്തുന്നത്. മാത്രമല്ല, ഹമാസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ അടിയറവ് പറയുന്നതിന് തുല്യമാണ് ഈ കരാർ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹമാസിന് എത്രത്തോളം സ്വതന്ത്ര അഭിപ്രായം ഇക്കാര്യത്തിൽ എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണ്. പക്ഷേ എന്നാൽ പോലും ഒരു രാഷ്ട്രീയ അടിയറവിന് എത്രത്തോളം തയ്യാറാകുമെന്നുള്ളത് പൂർവ്വകാല ചരിത്രം കൂടി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം സാധ്യത നമ്മൾ ഇതിന് കൽപ്പിക്കപ്പെടണം ഈ കരാർ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ അംഗീകരിക്കാൻ. അല്ലെങ്കിൽ ഇത്തരമൊരു കരാർ ഞങ്ങൾ മുന്നോട്ട് വെച്ചു, അത് ഹമാസ് അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് മുന്നിൽ നല്ല പിള്ള ചമയാനാകുമോ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശ്രമം? അല്ല, ഈ പ്രശ്നം ഫലസ്തീൻ പ്രശ്നത്തിനുള്ള ഏത് പരിഹാരം ലോകത്തിനെല്ലാം വ്യക്തമായിട്ടുള്ളതാണ്. അത് വെസ്റ്റ് ബാങ്കും ഗസയും ചേർത്ത് കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി ഒരു സ്വതന്ത്ര പരമാധികാര ഫലസ്തീൻ രൂപീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനെയാണ് ഇന്നിപ്പോ ലോകത്തിലെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുള്ളത്. ഫലസ്തീൻ രാഷ്ട്രത്തെ തത്വത്തിൽ യുണൈറ്റഡ് നേഷൻസിലെ മേജർ ശക്തികളെല്ലാം തന്നെ അംഗീകരിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ദ്വിരാഷ്ട്ര പരിഹാരമല്ലാതെ മറ്റൊന്നും സ്ഥായിയായി നിലനിൽക്കുന്ന സമാധാനത്തിലേക്ക് നയിക്കില്ല. തൽക്കാലം അവിടുന്ന് ഹമാസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പോലും അതുപോലെ ഹമാസ് അല്ലെങ്കിൽ മറ്റ് പ്രസ്ഥാനങ്ങൾ സ്വാഭാവികമായിട്ടും ആ സ്ഥാനത്തേക്ക് കടന്നു വരും. കാരണം ഇത് ഫലസ്തീനിയൻ ജനതയുടെ ആത്മാഭിലാഷമാണ്, അവരുടെ അടിസ്ഥാനപരമായ ആവശ്യമാണ്. അവരുടെ സ്വന്തം മണ്ണിൽ ഒരു സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ഹമാസോ ഫത്തയോ ഇത്തരം പാർട്ടികളോ ഒന്നും ഇല്ലാണ്ടായാൽ പോലും അവിടുത്തെ ജനങ്ങൾ അവരുടെ പുതിയ പ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊടുക്കും, പുതിയ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരും. അപ്പോൾ അടിസ്ഥാനപരമായി ദ്വിരാഷ്ട്രം 2 രാഷ്ട്രങ്ങൾ, ഫലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാകും, ഇസ്രായേൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞല്ലോ എന്നതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും. അതല്ലാതെ മറ്റൊന്നും ഈ പ്രശ്നപരിഹാരത്തിന് സ്വീകാര്യമായിരിക്കില്ല. അതേസമയം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഏറെക്കുറെ സമ്പൂർണമായ നിയന്ത്രണമുള്ള ഒരു പ്രദേശമാണ് ഗസ. അത് അവരുടെ പോരാട്ട സംഘം ഉണ്ട് എന്നതുകൊണ്ട് മാത്രമല്ല, ജനങ്ങളുടെ ഇടയിലും ഹമാസ് ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾക്ക്
വലിയ സ്വാധീനമുണ്ട്. അപ്പോൾ മറ്റൊരു ആൾട്ടർനേറ്റീവിനെ കുറിച്ച് ഗസൻ ജനത ആലോചിക്കുന്നു പോലുമില്ല എന്ന് വേണം കരുതും. അത് വെസ്റ്റ് ബാങ്കിലെ സ്ഥിതി വ്യത്യസ്തമായിരിക്കില്ല. 2006 തെരഞ്ഞെടുപ്പിൽ അന്ന് ഹമാസിന് ഭൂരിപക്ഷം കിട്ടിയതാണ്. അതുപോലെ ന്യായമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ഇപ്പോഴും ഈ വെസ്റ്റ് ബാങ്ക് ഗസ മേഖലയിൽ ഒരുപക്ഷെ ഹമാസിനോടായിരിക്കാം ജനങ്ങൾ കൂടെ ചേർന്ന് നിൽക്കുക. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഹമാസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രശ്നപരിഹാരം എന്നത് യഥാർത്ഥത്തിൽ പ്രശ്നപരിഹാരത്തിലേക്ക് നയിക്കില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിലും ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്ന് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക, അതിനെ ഡിസാം ചെയ്യുക, പിന്നെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഒരു തന്ത്രപരമായ സമീപനം എന്ന നിലയ്ക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു വെടിനിർത്തലിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ അംഗീകരിച്ചുകൊണ്ട് പോയേക്കാം. പക്ഷേ പലസ്തീൻ ജനതയുടെ ഈ സ്വതന്ത്ര രാജ്യം എന്ന സങ്കല്പത്തിലേക്ക് നീളുന്നത് വരെ ശക്തമായ പ്രസ്ഥാനങ്ങൾ അവിടെ തുടർച്ചയായി തരംഗമായി വന്നുകൊണ്ടേയിരിക്കും. ശരി, വളരെയധികം നന്ദി ശ്രീ പി ജെ വിൻസെന്റ്. താങ്കളുടെ അഭിപ്രായത്തിന് എന്തായാലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രം, ഫലസ്തീൻ രാഷ്ട്രമാണ്. അതിലേക്ക് നയിക്കാതെ ചില പൊടിക്കൈകൾ ഇട്ടുകൊണ്ട് തൽക്കാലത്തേക്ക് അതിനെ മാറ്റി നിർത്താൻ നോക്കിയാൽ നടക്കുന്ന പ്രശ്നപരിഹാരമല്ല അവിടെ ഉണ്ട്. കാരണം അത് അംഗീകരിച്ചു കൊടുത്താൽ അത് കീഴടങ്ങലാണ് എന്ന് ഇസ്രായേലിന് തോന്നുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ അവർ തയ്യാറാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഈ ചർച്ചകളൊക്കെ ഉണ്ടല്ലോ, അതായത് ഈ പദ്ധതി, വെടിനിർത്തൽ, ഇതൊക്കെ വരുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു സംഭാഷണം അതിന്റെ ആവശ്യമാണല്ലോ. തീർച്ചയായിട്ടും അത് നടക്കുന്നില്ല. അതാണ് ഖത്തറിൽ നടന്നുകൊണ്ടിരുന്നത്. നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരു അടി ഉണ്ടാകുന്നു, അതിൽ നൗഫൽക്കയും സുഹൈലയും കൂടെ ചേർന്നിട്ട് ചർച്ച നടത്തിയാൽ പിന്നെ ഞാൻ അംഗീകരിക്കുമോ? സ്വാഭാവികമായിട്ടും. ഇത് കുറെ കാലങ്ങളായുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ പെട്ടെന്നൊരു ദിവസം യോഗം ചേർന്ന് വേറെ രണ്ട് രാജ്യങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നു, അത് അടിച്ചേൽപ്പിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളത്. മാത്രമല്ല ഹമാസിനെ ഒരു സമ്പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് എത്രത്തോളം പ്രശ്നപരിഹാരം സാധ്യമാകും എന്നുള്ളത് ആ ഒരു പ്രശ്നത്തിന്റെ ഒരു തീവ്രത വർദ്ധിപ്പിക്കാനല്ലേ കാരണമാകും. അപ്പൊ എന്തായാലും നോക്കാം. ഇപ്പോൾ ഈ ഒരു നിർദ്ദേശം വന്നു, ഇനി ഹമാസിന്റെ പ്രതികരണമാണ് നമ്മൾ കാത്തിരിക്കുന്നത് അല്ലേ. തൽക്കാലം ആ ഒരു കുട്ടക്കുരുതിയെങ്കിലും നിർത്തലാക്കാൻ പറ്റുമെങ്കിൽ പറ്റുമോ എന്നുള്ളതാണ്.